അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു ഡ്രിങ്കിനെ കുറിച്ചാണ്. അത് നമുക്ക് ശരീരത്തിൽ നീർക്കെട്ട് നല്ല രീതിയിൽ കുറക്കും. ഈ നീർക്കെട്ട് കൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് ഇല്ലാതാക്കി തരും. അങ്ങനത്തെ ഒരു അടിപൊളി ഡ്രിങ്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് ഞാൻ പറയുന്നതിന് മുന്നേ ഈ നീർക്കെട്ട് എന്താണെന്നും ഇത് എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്നു, ഏതൊക്കെ ഭക്ഷണങ്ങളും ശീലങ്ങളെ കൊണ്ടാണ് ഇത് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് മാത്രം കുടിച്ചിരുന്ന അതുകൊണ്ട് 100% റിസൾട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റൂല. ഈ ഒരു ശീലങ്ങളും ഭക്ഷണങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. എന്നിട്ടാണ് ഈ ഒരു ഡ്രിങ്കിലേക്ക് പോകേണ്ടത്. മാത്രമല്ല, നിങ്ങൾക്ക് ഇത് ഉണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ലക്ഷണങ്ങൾ നിങ്ങൾ അറിയണം. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ഈ നീർക്കെട്ട്? ശരിക്കും നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെറിയൊരു മുറിയായി, ഈ മുറിവുണ്ടാവുമ്പോൾ നമ്മൾ ഇവിടെ ഈ വായുവിലും ഇവിടെ തൊലിപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ബാക്ടീരിയ വൈറസ് ഉണ്ടല്ലോ. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ കൂടുതൽ ആളുകൾ അവിടെ സജ്ജമായിട്ടിരിക്കണം. അതിനുവേണ്ടി നമ്മുടെ ശരീരം എന്ത് ചെയ്യും? അവിടേക്കുള്ള രക്തോട്ടം കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. രക്തോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് കെമിക്കൽസ് കുറച്ച് ഇവിടുന്ന് റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന കെമിക്കൽസും അവിടേക്ക് രക്തോട്ടം കൂടുന്നതിനെയും ഒക്കെ കൂടി നമ്മൾ വിളിക്കുന്നതാണ് ശരിക്കും നീർക്കെട്ട്. ഇൻഫ്ലമേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിനാണ് നമ്മൾ നീർക്കെട്ട് എന്ന് പറയുക. അപ്പോൾ നമ്മൾ കൂടുതൽ രക്തം വരുമ്പോൾ രക്താണുക്കളും കൂടുതൽ വരും, പ്രതിരോധിക്കാനുള്ള കോശങ്ങൾ കൂടുതൽ വരും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ബാക്ടീരിയയും വൈറസും ഒന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കയറി ബ്ലഡിലേക്ക് കയറാൻ കഴിയില്ല. ഇതിനു വേണ്ടി നമ്മുടെ ശരീരത്തിനുള്ള ഒരു പ്രതിഭാസമാണ് ശരിക്കും ഈ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് എന്ന് പറയുന്നത്. പക്ഷേ ചില സമയത്ത് നമ്മളെ ശീലങ്ങളെ കൊണ്ട്, നമ്മുടെ സ്വഭാവങ്ങളെ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയോ? ഈ നീർക്കെട്ട് സ്ഥിരമായിട്ടാണ് മാറും. എപ്പോഴും നമ്മൾ ഈ വേണ്ടാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ, ശീലങ്ങൾ ശരിയാകാതിരിക്കുമ്പോൾ എപ്പോഴും നീർക്കെട്ട് എന്നുള്ള അവസ്ഥയ്ക്ക് എത്തും. അത് നമുക്ക് പ്രശ്നമാണ്. കാരണം ബാക്ടീരിയകളെ പ്രതിരോധിക്കാൻ വേണ്ടി നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്ത് നമ്മളെ സ്വഭാവത്തിലും ശീലത്തിലും മാറ്റം വരുമ്പോഴാണ് ഈ രീതിയിൽ ശരീരം മാറുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പ്രധാനമായിട്ടും നമ്മളെ ഭക്ഷണങ്ങളാണ്. ഭക്ഷണങ്ങളിൽ തന്നെ ഒന്നാമതായിട്ട് വരുന്ന ഷുഗർ, മധുരം നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കുന്നത്ര ഈ ഒരു ശീലങ്ങളും വേറെ ഒന്നും ഉണ്ടാക്കൂല. മധുരം അധികമായിട്ട് തിന്നുക. ചായയിൽ ലേശൊരു മധുരം ഉള്ളതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മധുരം എന്ന് പറയുമ്പോൾ ലഡു, ജിലേബി. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മധുരം ഉള്ളിലേക്ക് പോകുന്നത് ചോറിലൂടെയാണ്. ചോറെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളരിൻ്റെ ചോറില്ലേ, അതാട്ടോ പ്രശ്നക്കാരന്. അവിടെ കളയാത്ത നമ്മൾ കുത്തരിയൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. കാരണം ഈ കുത്തരിനെ പോളിഷ് ചെയ്ത് വരുന്നതാണ് ഈ വെള്ളരി. കുത്തരിയിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒരുപാട് സാധനങ്ങളുണ്ട്, തൈമിനൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ എന്ത് ചെയ്യും? പോളിഷ് ചെയ്തിട്ട് ഷുഗറിൻ്റെ ഒരു കട്ടാക്കിയിട്ടാണ് തരും. അതാണ് വെള്ളരി. അത് നമ്മൾ നല്ലോണം പുഴുങ്ങി കഴിക്കും. അതാണ് ചോറ്. ഇതിനെ ഇങ്ങനെ കഴിക്കുന്നത്, 3 നേരം അരി ഇങ്ങനെ കഴിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ നീർക്കെട്ട് ശരീരത്തിൽ ഉണ്ടാക്കാൻ വേറെ ഒന്നും വേണ്ടി വരില്ല. പണ്ടപ്പോൾ പറയും പണ്ടൊക്കെ ഇതേപോലെ ചോറ് തിന്നേണ്ട ആൾക്കാർ വന്ന്. പക്ഷെ പണ്ട് ചോറ് തിന്നുമ്പോഴേ ഫുള്ള് പണിയാണേ. നേരം വെളുത്ത് വൈകുന്നേരം അവളും വിയർക്കാനുള്ള പണിയുണ്ട്. അത് ശരീരത്തിൽ അങ്ങനെ പോകും, കത്തി പോകും. 3000-4000 ഒക്കെ കലോറി ഒരു ദിവസം അവൾക്ക് യൂസ് ചെയ്യും. പക്ഷെ നമ്മളെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി. സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ ഫുള്ള് മെഷീനറീസ് അല്ലേ. ശരീരം ഇളകിക്കൊണ്ടുള്ള പണിയില്ല. അതൊരു പ്രശ്നമാണ് അല്ലേ. വാഷിംഗ് മെഷീനും മിക്സി ഗ്രൈൻഡറൊക്കെയാണ് നമുക്കുള്ളത്. അപ്പോൾ ശരീരം ഇളകുന്ന പണികൾ കുറയും. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ ദഹിച്ചു പോകൂല, കത്തി പോകൂല. അപ്പോൾ അതങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നീർക്കെട്ടൊക്കെ ഉണ്ടാക്കും. അതാണ് നടക്കുന്നത്. രണ്ടാമത്തെ ഫുഡ് അൾട്രാ പ്രോസസ്സഡ് ആയിട്ട് വരുന്ന ഭക്ഷണങ്ങളാണ്. പാക്കറ്റ് ഭക്ഷണങ്ങൾ. നമ്മളൊരു സാധനം പാക്കറ്റ് വാങ്ങുന്നതും അതെല്ലാം വീട്ടിൽ നിന്ന് നമ്മൾ കുക്ക് ചെയ്ത് നേരിട്ടെടുക്കുന്നതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഈ പാക്കറ്റ് ചെയ്ത് വരുമ്പോൾ അവർക്കത് ഒരു കൊമേഴ്സാണ്, മീൻസ് ഒരു ബിസിനസ്സാണ്. അപ്പോൾ അത് കൂടുതൽ ഷെൽഫ് ലൈഫ് നിൽക്കുക, കൂടുതൽ കാലം വീണ്ടും നിൽക്കുക, കേടുവരാതെ നിൽക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടി കൂടുതൽ ഉപ്പ് അവർ ആഡ് ചെയ്യും. ഉപ്പിടുമ്പോൾ അത് പെട്ടെന്ന് കേടുവരാത്ത അവസ്ഥ ഉണ്ടാകും. അതേപോലെ ഒരുപാട് കെമിക്കൽസ്, പ്രിസർവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്യും. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നം നമ്മളത് ശരീരത്തിനെ ബാധിക്കും, നീർക്കെട്ടുണ്ടാക്കും. ഈ കെമിക്കൽസ് ആണ് ഉള്ളിലേക്ക് ചെല്ലുന്നത്. കുറേ കാലം നമ്മൾ കഴിക്കുമ്പോൾ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഉറപ്പാണ്. പിന്നെ ഓയിൽ, നമ്മൾ റിഫൈൻഡ് ഓയിൽ ഉണ്ടല്ലോ, നമ്മൾ ഈ എണ്ണ വാങ്ങുന്നത്, ഓയിലുകൾ, സൺഫ്ലവർ ഓയിൽ, പ്രത്യേകിച്ച് പാം ഓയിൽ. എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് ഈ നീർക്കെട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ എണ്ണ വരെ പാം ഓയിലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. പാം ഓയിൽ ഭയങ്കര പ്രശ്നക്കാരനാണ്, കൂടുതലാവരുത്. അത് ഈ സ്പ്രേ ചെയ്യാനാണ് ഞാൻ പറയല്. സാധാരണ നമ്മൾ കലിങ്ക് കൊടുക്കുക, ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് നമ്മൾ കുപ്പിയിൽ ഒഴിക്കുന്നതിന് പകരം നോക്കി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുട്ട പൊരിക്കുകയാണ് അല്ലെങ്കിൽ മീൻ പൊരിക്കുകയൊക്കെ ആണെങ്കിൽ അതിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ അവിടെ വരുള്ളൂ. എണ്ണയിൽ ട്രാൻസ് ഫാറ്റുകൾ കൂടുതലാണ്, ഒമേഗ 6 കൂടുതലാണ്. ഇത് നമുക്ക് നീർക്കെട്ട് ഉണ്ടാക്കാൻ വേറെ ഒടുക്കും പോകേണ്ടി വരില്ല. ഈ ഫാറ്റി ലിവർ തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾക്ക് എത്തിക്കുന്ന ഒരു സാധനമാണ് സൺഫ്ലവർ ഓയിലും പാം ഓയിലും തുടങ്ങിയ സാധനങ്ങൾ കേട്ടോ. കഴിയുന്നതും വെളിച്ചെണ്ണയാണ് ഒന്നുകൂടെ നല്ലത് എന്നുള്ളതാണ്. പിന്നെ ആൽക്കഹോളും സ്മോക്കിങ്ങുമാണ്. അസുഖങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു 90% അസുഖങ്ങളുടെയും കാരണമായിട്ട് എഴുതിയിട്ടുണ്ടാവും സ്മോക്കിങ്. നിങ്ങൾ ഒരു 10-15 കൊല്ലം സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളി. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ശരീരത്തിന് വരും. ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും വരിക. സ്മോക്കിങ് വലിയൊരു കാരണമാണ്. അത് നിർത്തി വെക്കുക. നിർത്താൻ വേണ്ട ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തു തരും. നിങ്ങൾ വരികയാണെങ്കിൽ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിൻ്റെ കുറച്ച് മാനസികമായിട്ടുള്ള ശക്തിയും അതിന് വേണ്ട മെഡിസിൻസൊക്കെ തന്നാൽ നമുക്ക് ശരിക്കും മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒബേസിറ്റി, പൊണ്ണത്തടിയുള്ള ആളുകളിൽ ഈ കൊഴുപ്പാണല്ലോ കൂടുതലായി നിൽക്കുന്ന. വയറ്റിലും ഇവിടെ കൊഴുപ്പുണ്ടാവും. ഈ കൊഴുപ്പ് ഈ നീർക്കെട്ടിൻ്റെ കെമിക്കൽസിനെ എങ്ങനെ പുറത്തേക്ക് വിടുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു നീർക്കെട്ടിൻ്റെ അവസ്ഥ ഉണ്ടാക്കും. അതാണ് പൊണ്ണത്തടിയുള്ള ആളുകളിൽ. പിന്നെ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സാണ്. എന്ന് വെച്ചാൽ എപ്പോഴും മനസ്സിലൊരു പ്രയാസം, എപ്പോഴും ടെൻഷനാണ്, ഓഫീസിലെ സ്ട്രെസ്സാണ്. കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ കൂടും. ഈ കോർട്ടിസോൾ മാത്രം മതി നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കാൻ. അവസാനമായിട്ട് എക്സസൈസ് ഇല്ലാത്ത സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ഒരേ ഇരുത്താണ്, എപ്പോഴും തടി അളകാത്തൊരു ജീവിതമാണെങ്കിൽ അതും നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കും. ക്ലിയറൻസ് ഉണ്ടാവില്ല. ശരീരത്തിൽ നിന്ന് ഒന്ന് ക്ലിയർ ആയി പോകാനുള്ള ഒരു ടെൻഡൻസി കുറയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ നീർക്കെട്ട് കൂടി നിന്നാൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഒന്നാമത്തത് ക്ഷീണമാണ്. വെറുതെ ഒരു ക്ഷീണം, ഒന്നുമില്ല. നമ്മൾ ഭക്ഷണമൊക്കെ ആവശ്യത്തിന് കഴിക്കേണ്ടത് എന്നിട്ടും ക്ഷീണം, പണിയെടുക്കാൻ തോന്നുന്നില്ല, കിടത്തം തന്നെ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരിക. രണ്ടാമത്തെ കാര്യം, അവിടെയും ഇവിടെയൊക്കെ വേദന. പ്രത്യേകിച്ച് ചെറിയ ജോയിൻറ്റുകളിൽ വേദന ആവുക. ഒരു കടച്ചിലൊക്കെ രാവിലെ എണീക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു ഉന്മേഷക്കുറവും ഒരു വേദനയും കാര്യങ്ങളും, മസിലുകൾ വേദന ആവുക, മുട്ടുകാല് വേദന ആവുക. ഇങ്ങനത്തെ വേദനകൾ, ഒരു അനാവശ്യമായിട്ടുള്ള വേദന, പുറത്തു കൂടെയുള്ള വേദനയൊക്കെ ഇങ്ങനെ വരിക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ലക്ഷണം, ദഹനം കുറയും. അതാണ് ഞാൻ പറഞ്ഞ നീർക്കെട്ട് നമ്മളെ കുടലിൻ്റെ അകത്താണ് വരുന്നതെങ്കിൽ ഈ ദഹന പ്രശ്നം ഉണ്ടാവും. എങ്ങനെയാണ് ഈ കടലിൻ്റെ അകത്ത് നീർക്കെട്ട് തന്നെ അറിയാം? നമ്മൾ ഈ ഷുഗർ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മൾ കുടലിൻ്റെ അകത്ത് നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയയും ഉണ്ട്. അപ്പോൾ ഈ ഷുഗർ എന്ന് പറഞ്ഞാൽ ചീത്ത ബാക്ടീരിയക്കുള്ള ഫുഡാണ്. അപ്പോൾ ചീത്ത ബാക്ടീരിയ കൂടുതലായിട്ടാണ് വളരും. നല്ല ബാക്ടീരിയ നമുക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന സാധനം. പക്ഷേ ചീത്ത ബാക്ടീരിയ കൂടിയാൽ ഈ നല്ല ബാക്ടീരിയക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ദഹനം പ്രശ്നങ്ങളാവും. കീവായു, ഭയങ്കര സ്മെല്ലുള്ള കീവായു ഇങ്ങനെ വരും. വയറിന്ന് ഇളകി പോവുക. ഇളകി വരുമ്പോൾ അതിന് കൊഴുപ്പ് ഇങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ വയറിന് എപ്പോഴും അസ്വസ്ഥത, വേദന, വയറ് വീർക്കുക, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് കാരണമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ നീർക്കെട്ടിനെ സംശയിക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ തൊലിപ്പുറത്ത് അസുഖങ്ങൾ, മുഖക്കുരു, പെണ്ണുങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും മുഖക്കുരു നന്നായിട്ട് കൂടും. ഈ എക്സിമ എന്ന് പറഞ്ഞ കണ്ടീഷൻ, അലർജിക്കായിട്ട് ചൊറിയുന്ന ഒരു കണ്ടീഷൻ, അത് നന്നായിട്ട് കൂടും ഉള്ള ആളുകൾക്ക്. ഇല്ലാത്തവർക്ക് പുതിയതായിട്ട് ഈ അലർജിയൊക്കെ വരും എന്നുള്ള അവസ്ഥ. ഈ ലക്ഷണങ്ങൾക്കൊക്കെ പുറമെ പ്രധാനമായിട്ടും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയും എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷേ ആ ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റൂല എന്നുള്ള അവസ്ഥ ശരീരത്തിൽ വരിക. അപ്പോൾ നമ്മൾ പൊണ്ണത്തടി വരും, ഷുഗർ വരും, വയറ് ചാടുക ഒക്കെ വരും. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ ഈ PCOD എന്ന് പറഞ്ഞ അസുഖം ഉണ്ടല്ലോ, ആ അസുഖം വരും എന്നുള്ളത്. ആ PCOD പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ ഒരു ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോവുക എന്ന് പറഞ്ഞിട്ട്. കുറച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം PCOD എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു രോഗമാണ്, കുറേ പറയാനുണ്ട്. ഇതാണ് നമുക്ക് കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ. ഒരു ക്ഷീണവും, മൊത്തത്തിൽ പറഞ്ഞ ഒരു ക്ഷീണവും, അവിടെയും ഇവിടെയും വേദനയും, ഒരു വല്ലാത്തൊരവസ്ഥ, ബോഡിക്ക് ഒരു അസ്വസ്ഥത, ഗ്യാസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് കാണിക്കുന്ന ശരീരത്തിൽ നീർക്കെട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിനെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഞാൻ ഈ പറഞ്ഞ ഡ്രിങ്കിനെ വിളിക്കുന്ന പേര് ഗോൾഡൻ മിൽക്ക്, അതല്ലെങ്കിൽ ടെർമറിക് മിൽക്ക് എന്നാണ്. ഇതുണ്ടാക്കാൻ സിമ്പിളാണ്. എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 1 ഗ്ലാസ് പാലെടുക്കുക, അതൊന്ന് തിളപ്പിച്ചിട്ട് അത് ചെറിയ ചൂടിലേക്ക് എത്തിക്കുക. തിളപ്പിച്ച് ആറ്റിയെടുത്ത് ചെറിയ ചൂടിലേക്ക് എത്തിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ അഥവാ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇടുക. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് കുറച്ച് പൈപ്പറിന് അഥവാ നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ, ആ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം. കാരണം ഈ മഞ്ഞൾ നമ്മുടെ ശരീരത്തിലേക്ക് നല്ല രീതിയിൽ വലിച്ചെടുക്കാൻ ഈ കുരുമുളക് പൊടി സഹായിക്കും. 2000% കൂടുന്ന പറയണേ. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇടുക. അതിനുശേഷം
ഒന്ന് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 അല്ലെങ്കിൽ അര ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. അത് മസ്റ്റല്ല, ആഡ് ചെയ്താൽ നന്നായി. ചിലർക്ക് അതിൻ്റെ ചുവ ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യണ്ട. വെളിച്ചെണ്ണ കുറച്ചൊന്ന് ആഡ് ചെയ്താൽ നന്നായി. 1/4 ടീസ്പൂൺ എങ്കിലും ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇത് നിങ്ങൾ ദിവസവും ഒരു നേരം കുടിക്കുക. ഇത് ഒരു നേരം കുടിച്ചാൽ തന്നെ ഇത് കുറച്ച് കാലം കൊണ്ട് ഒരു 10 ദിവസം കൊണ്ട് കുടിക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും. ശരീരത്തിൽ നീർക്കെട്ട് നല്ലോണം കുറയും. അല്ല കുരുമുളക് പൊടി അത് ആഡ് ചെയ്യാൻ മറക്കരുത്. ആഡ് ചെയ്തിട്ട് നമ്മൾ കാര്യമുള്ളൂ, അല്ലെങ്കിൽ വെറുതെ കുടിക്കുക. പാലുകൊണ്ടുള്ള ഗുണം മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഇതങ്ങനെ ആരും കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഈ ഗോൾഡൻ മിൽക്ക് എന്ന ഡ്രിങ്ക്. അപ്പോൾ ഇതെല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, എല്ലാവർക്കും എത്തിക്കുക. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. കാരണം ഇത് ശീലമാക്കി കഴിഞ്ഞാൽ വലിയ ഉപകാരങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് എല്ലാവർക്കും എത്തുള്ളൂ, അവർക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ 2 ഉപകാരമുള്ളത്, ഒന്ന് ലൈക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും നമുക്ക് പറ്റിയിരിക്കണം, അപ്പോൾ ഇതേപോലെ ഇനിയും വീഡിയോ ചെയ്യണം തോന്നും. പിന്നെ ഒന്ന് നമ്മൾ യൂട്യൂബിൽ മനസ്സിലാവും നല്ല വീഡിയോ ആണ്, എല്ലാവർക്കും പറ്റുന്നുണ്ട് എന്ന്. അപ്പോൾ എന്ത് ചെയ്യും, യൂട്യൂബ് തന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നമുക്ക് എന്നും ചെയ്യണം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, എന്നാലേ ഇനിയും ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടുകയുള്ളൂ. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫീഡിലേക്ക് വരുള്ളൂ കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, മിസ്രിയ ഹെൽത്ത് കെയർ, പൂക്കോട്ടൂർ.